വെൽക്കം ബാക്ക് ടു സാർ കുറച്ച് ലെഫ്റ്റ് പ്രൊഫൈലിലേക്ക് കുറേ നേരം വിളിച്ചേ. ലെഫ്റ്റ് പ്രൊഫൈലിലേക്ക് ഒന്ന് തിരിയാൻ പറ്റും. ഇങ്ങോട്ട് അവിടെ കുറച്ച് ലുക്ക് കൂടുതൽ. ആണോ? അതെ, ശരിക്കും. യെസ്. എന്താ സാർ? ഇത്ര കാലമായി കണ്ടിട്ട്. ഗുഡ്. ഹൗ യു ഡൂയിങ്? സ്ഥലത്തപ്പോൾ തന്നെ പോകാലെന്ന് തോന്നുന്നു. കുറേ നേരം നോക്കുന്നത് വീട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് അല്ലേ? ഇല്ല, കണ്ടിന്യൂസ്. ഒരു മിനിറ്റ്. വന്നുണ്ട്. എന്താ ബ്രോ, ഞാൻ നിൽക്കണ കണ്ടില്ല അല്ലേ? എൻ്റെ വ്ളോഗ് കണ്ട് ഫാനാണെന്നാണ് വിചാരിച്ചത്. ഒരു മിനിറ്റ്. റോസ് ഓറിജിൻ കഫേയിലെ സൈലേഷ്. യെസ്. വെയിറ്റ്, ആർ യു ദ വൺ ഇൻ പെയിന്റ് എക്സ്പെർട്ടീസ് വ്ളോഗ്, ദീപു ചേട്ടൻ? യാ, അതെ, ഞാനാണ്. ചേട്ടനെ കണ്ടു തന്നായി. ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറും കൂടിയാണ്. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. പറയൂ, എന്താണ്? അതെ, പണ്ട് മുതൽ ഈ സിമെന്റ് പ്ലാസ്റ്ററിന്റെ മുകളിലേ വൈറ്റ് സിമെന്റ് അടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് വലിയ തലവേദനയാണ്. അതിന് പുതിയ എന്തെങ്കിലും ടെക്നോളജി, പുതിയ എന്തെങ്കിലും മെത്തേഡ് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ വൈറ്റ് സിമെന്റിനേക്കാളും ഒരു മികച്ച ഓപ്ഷനാണ് ട്രൂ കോട്ട് പെയിൻസിൻ്റെ സീലർ പ്രൈമർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് സിമെന്റ് സർഫസിലേക്ക് നന്നായിട്ട് ഇത് പെനിട്രേറ്റ് ചെയ്യും. ഇത് സർഫസിനെ നന്നായിട്ട് സീൽ ചെയ്യും. കൂടാതെ നമുക്ക് ബ്രഷോ റോളറോ ഉപയോഗിച്ചിട്ട് പെയിൻറ് പൂശുന്നത് പോലെ ഈ സീലർ പ്രൈമർ നമുക്ക് ചുമരിൽ പൂശാൻ പറ്റും. ഇനി ഇതിൽ കൂടുതൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ട്രൂ കോട്ട് പെയിൻസിൻ്റെ ഒരു ഡീലർ പറയുന്നതായിരിക്കും. പാലക്കാട്ടുള്ള അർജുൻ ട്രേഡേഴ്സിൻ്റെ സാരഥിയായ കൃഷ്ണകുമാർ സാറിന് ട്രൂ കോട്ട് പെയിന്റ് സീലർ പ്രൈമറിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പെയിന്റ് എക്സ്പെർട്ടീസ് ബൈ ട്രൂ കോട്ട് പെയിന്റ്സ്. ഹായ്, എൻ്റെ പേര് കൃഷ്ണകുമാർ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അർജുൻ ട്രേഡേഴ്സ് എന്നാണ്. ഈ പാലക്കാട് അർജുൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ദി പെയിൻറ്റിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിംഗ് ഡാംപ്നെസ്, പിന്നെ എഫ്ലോറസൻസ് റെസിസ്റ്റൻറ്റ്, പിന്നെ സോൾട്ട് അറ്റാക്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേസ് കോട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ലൊരു ഫൗണ്ടേഷൻ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ട്രൂ കോട്ടിൻ്റെ നമ്മളൊരു സീലർ പ്രൈമർ പറയുന്നത്. സാധാരണ എല്ലാവരും നമ്മൾ വൈറ്റ് സിമെൻ്റ് ആണ്, നമ്മൾ പുതിയ വീടുകളൊക്കെ നമ്മൾ കെട്ടുന്ന സമയത്ത് നമ്മൾ വൈറ്റ് സിമെൻ്റ് ആദ്യം അടിക്കാറുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ അപ്ഡേഷൻസ് വന്നതിന് കുറേ മാർക്കറ്റിൽ കുറേ പ്രൊഡക്ട്സ് അപ്ഡേഷൻ വന്നു. അതിൽ ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ പറയുകയാണെങ്കിൽ ട്രൂ കോട്ടിൻ്റെ സീലർ പ്രൈമർ പറയാം. അപ്പോൾ നമ്മൾ സാധാ നോർമൽ സിമെൻറ്റ് പ്രൈമറായിട്ട് നമുക്ക് വന്നിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് പെനിട്രേഷൻ പ്രൈമർ, ക്വൈറ്റ് ഡിഫറെൻ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളിത് പറഞ്ഞിട്ടല്ലോ. പെനിട്രേറ്റിംഗ് പ്രൈമർ പറയുമ്പോൾ ഇതിൽ വന്നിട്ട് നാനോ പോളിമേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് എഫ്ലോറസൻസ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ബേസ് കോട്ടിലേക്ക് ഏറ്റവും പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റാണത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കണം, നമ്മൾ ആദ്യം നനയ്ക്കണം. പിന്നെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കുഴച്ചിട്ടൊക്കെ നമ്മൾ അടിക്കുകയും വേണം. പിന്നെ അത് ക്യൂറിങ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജും ആയി, ലേബർ സേവിങ് ആയി. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ കുറേ സൈറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് യാക്കരയിൽ തന്നെയാണ് പ്രൊജക്റ്റാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചത് തന്നെയാണ്, നമുക്ക് വൈറ്റ് സിമെൻറ്റ് അടിച്ചാൽ മതിയോ, അല്ല എന്താ ചെയ്യേണ്ടത്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം പണി നടത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 2 കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ച് നിർത്താനാണ് പ്ലാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സേഫ് അല്ല, കുറച്ചുകൂടി ബെറ്ററാണ് നമ്മുടെ ഈ സീലർ പ്രൈമർ അടിച്ച് നിർത്തി കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് പണി എടുക്കണവരെ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ആകെ നമ്മൾ ചെയ്തിട്ടുള്ള ഒന്നുമില്ല, ഒരൊറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും വന്നിട്ട് നമ്മൾ ചോദിക്കണ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കുറേ സ്ഥലത്ത് പൊള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ റീപെയിൻറ്റിങ്ങിന് ആവശ്യത്തിന്, അതേപോലെ പുതിയ വീടുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡാംപ്നെസ് ഒന്ന് വരാണ്ടിരിക്കാനുള്ള സൊല്യൂഷൻ ചോദിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കുറേ കോൺട്രാക്ടേഴ്സും എൻ്റെ പെയിൻറ്റേഴ്സിനും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രീതി വന്നിട്ട് ജസ്റ്റ് ഒന്നും ക്യൂറിംഗ് ഒന്നും ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ കോട്ട് 1:1 റേഷ്യോയിൽ ഒരു കോട്ടും, പിന്നെ 1:1/2 റേഷ്യോയിൽ ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പക്ക സീൽഡായി, ശരിക്കും പക്ക പെനട്രേറ്റായി, ബേസും കൂടി സ്ട്രോങ് ആയി. പിന്നെ ബാക്കി നമുക്ക് ടോപ്പ് കോട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ ഇതിന് മുകളിൽ നിങ്ങൾക്ക് പൊട്ടി വയ്ക്കുകയോ എന്നല്ല ഡയറക്റ്റായിട്ട് നമുക്കൊരു എമൽഷൻസ് അടിക്കുകയും എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മാർക്കറ്റിൽ ഒരു ഇത്രയും വർഷം ഉള്ളതുകൊണ്ട്
ഇത്രയും ലീഡിങ് ബ്രാൻഡ്സ് ഞാൻ ഡീൽ ചെയ്യുമ്പോൾ ഈ ട്രൂ കോഡിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഞാനത് 100% റെക്കമെൻഡ് ചെയ്യണം. ചേട്ടന് വളരെ കാലത്ത് സംശയമായിരുന്നു, അത് തീർത്തുന്നതിൽ താങ്ക് യു സോ മച്ച്. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് അത് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഹനിയ ചേട്ടാ, ഹനിയ ചേട്ടാ.